എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ കുന്നംകുളത്തിനടുത്ത് പഴഞ്ഞെന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. എനിക്ക് കുറേ വർഷങ്ങളായി സുഖമില്ലാത്ത ആളാണ്. എൻ്റെ നാട്ടിൽ ഞാൻ വയ്യാത്ത ഒരാളായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എനിക്ക് ശ്വാസതടസ്സമാണ് ഉണ്ടാവുക. ശ്വാസതടസ്സം, പിന്നെ നാളെ വേറെ അസുഖവും, മറ്റന്ന് വേറെ അസുഖവും, അങ്ങനെ നിന്നും ഓരോ അസുഖങ്ങളായിട്ട് വിഷമിക്കുന്ന ഒരു കുടുംബമാണ്. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്. ഞാൻ തേപ്പ് പണിക്കാണ് പോയിരുന്നത്. എനിക്ക് അലർജിയുടെ ബുദ്ധിമുട്ട് കാരണം ശ്വാസതടസ്സം ദിവസവും ഉണ്ടാവും. ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഞാൻ ഒരാഴ്ചത്തോളം മാത്രമേ ഞാൻ പണിക്ക് പോയിട്ടുണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസമൊക്കെ വീട്ടിലിരിക്കാവും. എനിക്ക് 2 ചെറിയ കുട്ടികളാണ്. ഈ കുട്ടികൾ നമുക്ക് കുട്ടികൾ വന്നിട്ടുണ്ട്. ഇതാണ് അനിലിൻ്റെ 2 കൊച്ചുങ്ങൾ. ഇരുന്നോളൂ. ആശപ്പെട്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു വീട്ടിൽ പണിക്ക് പോവുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ജോഷിയേട്ടൻ എന്ന ഒരു ബ്രദറിൻ്റെ വീട്ടിൽ പണിക്ക് പോയ സമയത്ത് ഞാൻ ആ ബ്രദറിനോട് പറഞ്ഞു, എനിക്ക് ഈ രോഗമില്ലെന്നില്ലാതെ ഒരു മനുഷ്യനായി, നല്ല മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയും. കുന്നംകുളത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, ഒന്ന് പോയി നോക്കുക പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കുന്നംകുളത്തേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് തുറന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ എനിക്ക് ഓർമ്മ ഈ നിൽക്കുന്ന ബ്രദറിനെ മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത്. ശ്രദ്ധിക്കുക, കുന്നംകുളം ഹാളിൻ്റെ അകത്ത് കയറുന്നത് വരെ ഓർമ്മയുണ്ട്. കയറി കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാനൊന്നും അവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം എത്ര മണിക്ക് എത്തി കാണും? രാവിലെ 10:30 എത്തി. ഓക്കെ, ഞാൻ 11:15 വരുന്നത്. 10:30 അദ്ദേഹം ആ ഹാളിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പോയി. പിന്നെ അദ്ദേഹം ഞാൻ കണ്ടത് പറയാം. പിന്നെ ഞാൻ കണ്ടത് ഒരു രൂപമാണ്. പിന്നെ ഡെലിവറൻസ് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എല്ലാം അറിയുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ കരയുന്നുണ്ടായിരുന്നു. ഞാൻ കരയുന്ന സമയത്ത് ഞാൻ എവിടെയോ ഒരു ആകെ മഞ്ഞ് നിറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിന്നിരുന്നത്. പേഴ്സണൽ ആകെ മഞ്ഞ് നിറഞ്ഞൊരു സ്ഥലത്താണ് ഞാൻ നിന്നിരുന്നത്. അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലിയ രൂപം ഞാൻ കണ്ടു. ആ താടി എൻ്റെ മേഘത്ത് എന്നെ മുട്ടിയിരുന്നു. പേഴ്സണൽ ആ സമയത്ത് ഞാൻ കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, മോൻ എന്തിനാ കരയെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ രൂപം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അങ്ങനെ അറ്റം കാണുന്നില്ല, അങ്ങനെ ഉയർന്നു പോകുന്നു. ആ വലത്തെ കയ്യിൽ തിരുവസ്ത്രം ഞാൻ കണ്ടു. തിരുവസ്ത്രം കയ്യുമ്പോൾ അങ്ങനെ ചുരുണ്ട് കിടക്കുന്നു. ആ ചുരുണ്ട് കിടക്കുന്ന ശാലെടുത്ത് എൻ്റെ കണ്ണുകൾ തുടച്ചു. വീഴ്സലോ ആ കണ്ണുകൾ തുടച്ച് എന്നോട് പറഞ്ഞു, നീ കുട്ടികളുടെ കൂടെ ഇരിക്കുക, നീ നിന്റെ മക്കളോട് കൂടെ ഇരിക്കുക, നീ ചെകുത്താന് പോവാനുള്ളതല്ല എന്ന് പറഞ്ഞു. ആമേൻ. അതെനിക്ക് ഓർമ്മയുണ്ട്. ആസ്തമ പോലുള്ളൊരു അസുഖമായിരുന്നു. വലിവ് നന്നായിട്ട് വരും. അതുകൊണ്ട് ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ജോലിക്കെന്ന് മാത്രമല്ല, ചിലപ്പോൾ സംസാരിക്കാൻ പോലും പറ്റില്ല. ഇപ്പം സംസാരിക്കുമ്പോൾ അപ്പോൾ ഒരു മുട്ട്. ഭാര്യയ്ക്ക് ഇവിടുത്തെ എന്തൊക്കെയായിരുന്നു ചേട്ടൻ്റെ? ഒന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവാറ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. എപ്പോഴും പുറത്തിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണം. എത്ര മാസമായി? അത് 1 കൊല്ലത്തോളമായി. എൻ്റെ 2 ചെറിയ കുട്ടികളാണ് ചില സമയത്ത് എൻ്റെ പുറത്ത് ഒഴിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴും, കുറച്ച് സമയം എന്നല്ല, തുടർച്ചയായി ഒഴിഞ്ഞുകൊണ്ടിരിക്കും. മക്കളോട് ചോദിച്ചു നോക്കാം. മൂത്ത മോനോട് ചോദിച്ചു. എന്താ വിളിക്കുക? അച്ഛൻ എപ്പോൾ നോക്കിയാലും വയ്യാണ്ടിരിക്കുകയാണ്. അച്ഛൻ എപ്പോൾ നോക്കിയാലും ചുമയും പിന്നെ കഫക്കെട്ടും പോലെയാണ്. എനിക്ക് കുറേ ദിവസം കഴിഞ്ഞ് അച്ഛന് വിഷമം തോന്നും. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. എൻ്റെ ചെറിയ കുട്ടി, നഴ്സറി പഠിക്കുന്ന കുട്ടി, എന്നോട് ചോദിക്കുക, അച്ഛൻ എന്താ എപ്പോഴും വയ്യാതെ ആവണമെന്ന് ചോദിച്ചു. അതിന് ഉത്തരം പറയാൻ എനിക്ക് സാധിച്ചില്ല. ഈ വിടുതലിലൂടെ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കും. യേശുവിൻ്റെ ശക്തി നിസാരമല്ല, അവൻ വലിയവനാകും. ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല ഇതേപോലെ നടക്കാൻ പറ്റുമെന്നും ഇവിടെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇതുപോലെ നടക്കാൻ പറ്റുമെന്നും ഇതുപോലെ വരാൻ പറ്റുമെന്നും ആരോഗ്യത്തോടെ വരാൻ പറ്റും. ഓരോ വ്യക്തികളും നടന്നു പോകുന്ന സമയത്ത് ഞാൻ നോക്കും, ദൈവമേ, എന്നെയൊക്കെ എത്ര പ്രായം കൂടിയ മനുഷ്യരാ നടന്നു പോകുന്നു നോക്കി. ദൈവമേ, എനിക്കതുപോലെ സാധിക്കുന്നില്ലല്ലോ എന്ന് നിരന്തരം ഞാൻ മനസ്സിലാക്കിയിരുന്നു.
വിഷമിച്ചിരുന്നു. അപ്പോഴും കർത്താവ് എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുണ്ടാറായി. ദിവസവും രാത്രി 12 മണി വരെയെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച് കരഞ്ഞിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അപ്പോഴേ ഉറങ്ങാൻ പറ്റുള്ളൂ. മോനെ, അച്ഛന് എന്ത് പറ്റി? അച്ഛൻ്റെ വയ്യാണ്ട് അച്ചടിക്കും അമ്മയുടെ അടുത്ത് തന്നെ കിടക്കും. പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് തന്നെ കിടക്കുക. ഈ 3 മാസത്തോളമായിട്ടൊന്നും പണിക്ക് പോകാണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ സഹായിച്ചിരുന്നത് ഈ ജോഷി ചേട്ടനാണ്. ഭക്ഷണം കഴിക്കാൻ പോലില്ലാത്ത സമയങ്ങളിൽ ജോഷി ചേട്ടൻ വന്ന് സഹായിച്ചിരുന്നു ഞങ്ങൾ പല സമയത്തും. വീടിൻ്റെ അടുത്തും എൻ്റെ ബന്ധുക്കളെന്ന് പറയാൻ എനിക്കൊരു സഹോദരനും സഹോദരിയും അച്ഛനും മാത്രമേ ഉള്ളൂ. പക്ഷേ അവരാരും ഇപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കില്ല. കാരണം എനിക്ക് തുടർച്ചയായ ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് അവർക്കൊരു പ്രയാസമായി തോന്നുന്നു. അത് കാരണം ഇപ്പോൾ എൻ്റെ ഒരു സഹോദരൻ, പക്ഷേ എനിക്കിപ്പോൾ 1000 സഹോദരന്മാരുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഒരു സഹോദരൻ്റെ വിഷമം എന്നെ മനസ്സിൽ വിലക്കുന്നില്ല. കാരണം എനിക്കൊരുപാട് സഹോദരങ്ങളും ഒരുപാട് സഹോദരിമാരുമുണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ ആ വിടുതൽ കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാ വ്യത്യാസങ്ങൾ? ഞാൻ മറ്റേത് 3 പ്രാവശ്യമെങ്കിലും സ്പ്രേ അടിക്കും. ഇപ്പോൾ ഒരു തവണ പോലും സ്പ്രേ അടിച്ചിട്ടുമില്ല, ഒരു ഗുളിക പോലും കഴിച്ചിട്ടില്ല. എനിക്കൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ, മരുന്ന് എടുത്തിട്ടില്ല. വേറെ ആരോഗ്യത്തിലെ ബാക്കിയുള്ള ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്? എനിക്ക് ഒരു ചെറിയ കുട്ടികളെ പോലെ ഇപ്പോൾ എനിക്ക് മറ്റേത് എനിക്കൊരു ശരീരം ഒരു ഭാരമായിരുന്നു. എൻ്റെ ശരീരം എനിക്ക് തന്നെ ഭാരമായിരുന്നു. നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും ശ്വാസം വലിക്കുമ്പോഴും. ഇപ്പോൾ ഒരു തണവാണ് കിട്ടുന്നത് ശ്വാസം വലിക്കുമ്പോൾ. ഞാൻ മെഡിക്കൽ കോളേജ് ICUവിൽ കിടക്കുന്ന സമയത്ത്, മെഡിക്കൽ കോളേജ് ICUവിൽ കിടന്നു ഇതിൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈ ഒരൊറ്റ കാരണം കൊണ്ട്, ഈ ശ്വാസതടസ്സം, ഈ കാരണം കൊണ്ട് മെഡിക്കൽ കോളേജിൽ ICUവിൽ കിടന്ന മനുഷ്യനാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ, എൻ്റെ മക്കളെ എനിക്ക് നോക്കാൻ കഴിയില്ലല്ലോ. ആ ഡോക്ടർമാർ പറയുന്നത് എനിക്ക് ടെൻഷൻ അടിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അവർ ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്യേണ്ട, എനിക്ക് ശ്വാസതടസ്സമുള്ളൂ, നെഞ്ചുവേദനയില്ല എന്നൊന്നും. പക്ഷേ അവർ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത് ചെസ്റ്റ് പെയിൻ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, എന്തിനു താൻ ഈച്ചു നോക്കണോ? ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേദന ഇല്ല, ഇതിൽ വേദന എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിന് മെഡിക്കൽ സയൻസിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് ചെയ്യണമെങ്കിൽ യേശുവിൻ്റെ നാമം. എൻ്റെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഞാൻ വയ്യാത്ത ഒരാളായിട്ടാണ് കാണുന്നത്. എൻ്റെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും, ഓരോ വ്യക്തികളും ഞാൻ വയ്യാത്ത ഒരാളായിട്ടേ കണ്ടിട്ടുള്ളൂ. കുറേ നാളുകളായിട്ട് ചോദിച്ചറിയാം. ആണോ? അത് ഒന്ന് ബൈക്ക് കൊടുത്തേ. പുറത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നാട്ടുകാർക്കൊക്കെ അറിയാം സുഖമില്ലാത്ത ഒരാളാണ്. ഇപ്പൊ വിടുതൽ കിട്ടിയതിനു ശേഷം എന്തൊക്കെയാണ് ചേട്ടനിൽ കാണുന്നത്? ഇപ്പൊ നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ മരുന്നൊന്നും അടിക്കണില്ല എന്ന് പറഞ്ഞു ഇന്നലെ രാത്രിയിലൊക്കെ പറഞ്ഞപ്പോ. മരുന്ന് അടിക്കണ്ട. അല്ല, വേറെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കാണുന്നേ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, നോർമലായി നടക്കും, ഓടും, എല്ലാ കാര്യങ്ങളും ചെയ്യും. തണുത്ത വെള്ളം അടക്കം കുടിക്കുന്നുണ്ട് ഇപ്പൊ. ഞാൻ 1 വർഷമായി ഉണ്ടാവും തണുത്ത വെള്ളം കുടിക്കാറില്ല. തണുത്ത വെള്ളം കുടിച്ച അപ്പോൾ ശ്വാസം തടഞ്ഞിട്ടുണ്ട്. തണുത്ത വെള്ളം കുടിക്കും. തണുത്ത വെള്ളം ഞാൻ അന്ന് അവിടെ നിന്ന് കുന്നംകുളത്ത് കഴിഞ്ഞതിന് ശേഷം 3 കുപ്പി തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് ഞാൻ പോയത്. യേശു കർത്താവ് വിടുവിച്ചാൽ അതൊരു വിടുതലാണ്. ആരെയും ബോധിപ്പിക്കാൻ കർത്താവ് ഒന്നും ചെയ്യാറില്ല. ആരുടെയും സർട്ടിഫിക്കറ്റ് എൻ്റെ തമ്പുരാന് വേണ്ട. അവൻ വിടുവിച്ചാൽ നീ എന്നേക്കും സ്വതന്ത്രനാണെന്ന് മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യെസ്. ഇപ്പൊ അച്ഛൻ എങ്ങനെയുണ്ട്? ഇപ്പൊ അച്ഛന് കുറവുണ്ട്. കുറച്ചു ദിവസം മുന്നേക്ക് അച്ഛൻ നല്ല കൂടുതലായിരുന്നു. ഇപ്പൊ മാറി. അനിൽ എന്താണ് ഇവരോട് പറയാനുള്ളത്? അനിൽ, ഇത്രയും വ്യൂവേഴ്സ്, TV-യിൽ ലക്ഷങ്ങൾ നിങ്ങളെ കാണുകയാണ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ. വയ്യാണ്ടായപ്പോൾ മാത്രമല്ല കർത്താവ് വിശ്വസിച്ചിരുന്നു. ഞാനെപ്പോഴും എൻ്റെ ദൈവമേ എന്നാണ് ഞാൻ വിളിച്ചിരുന്നത്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വിളിച്ചിരുന്നത്, എൻ്റെ ദൈവമേ എനിക്ക് നല്ലത് വരുത്തണേ, എൻ്റെ കുടുംബത്തിന് നല്ലത് വരുത്തണേ എന്ന് മാത്രം ആലോചിച്ചിരുന്നു. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഞാൻ ഇതിൽ വരാനായിട്ട് മുന്നേ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ദൈവമേ അസുഖമുള്ള എല്ലാവർക്കും സൗഖ്യം കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മറ്റുള്ളവരെ രോഗങ്ങൾ ശമിച്ചതിന് ശേഷം ദൈവമേ ഞങ്ങളെയും കൂടി കാണണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു.
അവരെ സുഖപ്പെടുന്നതിന് ശേഷമെങ്കിലും ഞങ്ങളെ ഓർക്കണേ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഇപ്പൊ യേശു മാത്രമാണ് ദൈവം എന്നത് പൂർണ്ണ ബോധ്യമായി. തീർച്ചയായും ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു, യേശുവിനോട് കടപ്പെട്ടിരിക്കുന്നു. യേശുവിന് മാത്രമേ അത് സാധിക്കൂ.